Good morning, dears. Swagatham Rasna Kitchen. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സേഫ് ആയിട്ടിരിക്കാനുള്ള സേഫ്റ്റി കൂട്ടാനുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തു ഒരു ചപ്പാത്തി പിന്നെ ഒരു പൂരി റെസിപ്പിയും കൂടെ അല്ലേ. അവക്കാഡോ വെച്ചായിരുന്നു ചെയ്യുന്നത് ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ട്. ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം പീച്ച് വാല്യൂ വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. 15.2 എന്തോ സംതിങ് ആണ് തോന്നുന്നു അല്ലേ. എന്തായാലും നമുക്ക് ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ട് നമ്മൾ സ്വന്തം പുട്ടൊന്നും ഉണ്ടാക്കി വെക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസും ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ അവക്കാഡോ എത്തിയിട്ടിട്ട് നമുക്കൊന്ന് കഷ്ണിച്ചിട്ട് അതിൻ്റെ സീഡ് അങ്ങ് മാറ്റിയതിന് ശേഷം പൾപ്പ് ഇതുപോലെ ഒന്ന് കഷ്ണിച്ചെടുത്താൽ മതി കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയതുപോലെ സ്മാഷ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പീസസ് ആയിട്ട് തന്നെ എടുക്കാം നമുക്ക്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. ഈ അവക്കാഡോ നമ്മൾ പകുതി എടുത്തു, ബാക്കി പകുതി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഫ്രിഡ്ജിൽ ഇതുപോലെ കട്ട് ചെയ്ത് അവക്കാഡോ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറുപ്പ് കളർ വരും പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ അടച്ചു വയ്ക്കാവുന്ന ഒരു ബോക്സിൽ നല്ല ഐസ് വാട്ടർ എടുത്തതിന് ശേഷം അതിനകത്ത് ഇത് അതുപോലെ കമഴ്ത്തി വെച്ച് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഞാനൊരു ഡെമോ കാണിച്ചതേ ഉള്ളൂട്ട്. മുഴുവൻ അവക്കാഡോ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. ഇതിനകത്തോട്ട് 1/2 കപ്പ് പുട്ടുപൊടിയാണ് ചേർത്തത്. പാകത്തിനുള്ള ഉപ്പും ചേർക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കഷ്ണിച്ച് വെച്ച പഴുത്ത അവക്കാഡോയുടെ പീസസ് 1-2 സ്പൂൺ വീതം ചേർത്തതിന് ശേഷം ഒന്ന് പൾസ് ബട്ടൺ വെച്ചൊന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമ്മൾ പല തവണകളായിട്ട് 2 സ്പൂൺ വീതം അവക്കാഡോ പൾപ്പ് ചേർത്തിട്ട് പൾസ് ചെയ്തെടുത്തതിന് ശേഷം ഓരോ തവണയും ചെക്ക് ചെയ്യുക നമ്മുടെ പുട്ടുപൊടിയുടെ ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ടോ നനവെന്നുള്ളത്. അപ്പം നമ്മുടെ പുട്ടുപൊടിയുടെ ടെക്സ്ചറായി അതിന് പാകത്തിലുള്ള നനവ് വായിന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നിർത്താം. ഇവിടെ ഇപ്പോൾ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മീഡിയം സൈസിലുള്ള അവക്കാഡോ ആയിരുന്നു എടുത്തിരുന്നത്. 2 ബാച്ചുകളിലായിട്ട് ഞാൻ 1/2 കപ്പ് ആദ്യം, അടുത്ത 1/2 കപ്പ് രണ്ടാമത്തെ ബാച്ചിലായിട്ടാണ് പുട്ടുപൊടി നനച്ചെടുത്തത്. ഓരോ 1/2 കപ്പിന് എനിക്ക് ഒരു ഹാഫ് പോർഷൻ അവക്കാഡോയാണ് വേണ്ടി വന്നിരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഒരു ഫുൾ അവക്കാഡോ കൊണ്ട് ഒരു മുഴുവൻ കപ്പ് പുട്ടുപൊടി നനച്ചെടുക്കാൻ പറ്റി. അതിൻ്റെ 2 കുറ്റി പുട്ടനുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ 1/2 കപ്പ് എന്ന് പറയുന്നത് മെഷറിംഗ് കപ്പിനാണ്. സാധാരണ നമ്മൾ നോർമൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 3/4 കപ്പ് കാണും അല്ലേ. അപ്പോൾ അതിനേക്കാളും കുറച്ചേ ഞാൻ എടുത്തുള്ളൂ കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു അളവിൽ പുട്ടുപൊടി ചേർക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ കൂടുതൽ പുട്ടുപൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് വരാൻ പുട്ടുപൊടിയുടെ പാകത്തിന് നമുക്ക് മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് നല്ല പാടായിരിക്കും. അപ്പോൾ എളുപ്പത്തിന് പുട്ടുപൊടി കൂടുതൽ ക്വാണ്ടിറ്റി ചേർക്കാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരട്ടി പണിയാവുമേ. പ്രത്യേകം നോട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ അവക്കാഡോ പുട്ടുപൊടി തയ്യാറായി കഴിഞ്ഞു. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. ചിരവിയ തേങ്ങ പുട്ടുപൊടിയുടെ ഏറ്റവും അടിയിലിട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള അവക്കാഡോ പുട്ടുപൊടി ചേർക്കാം. മുകളിലൊരൽപ്പം തേങ്ങ ചിരവിയും കൂടെ ചേർത്ത് ഇതുപോലെ 2-3-4 പീസുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് പാകത്തിനുള്ള പുട്ടുപൊടിയും തേങ്ങ ചിരവിയതും ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ കുക്കറിലാണ് ആവി കയറ്റി എടുക്കാറുള്ളത്. ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പുട്ടുപൊടിയുടെ മുകളിലേക്ക് ആവി വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂട് പറക്കുന്ന അവക്കാഡോ പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ്. കൂടെ നമ്മൾ കഴിഞ്ഞ തവണ ഷെയർ ചെയ്തിരുന്നു പൂരിയും ചപ്പാത്തിയും അല്ലേ. അത് മറക്കാതെ പോയി കണ്ടിട്ട് ഒന്ന് നോക്കണേ. അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഈ ഒരു സമയത്ത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആരും മിസ് ചെയ്യരുത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിനകത്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല ഡിഷുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.